പിന്നെ നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാലോ, അള്ളാഹു അനീതിയാണ് ചെയ്യുന്നതെന്ന് വന്നാലോ? ഒരു കഥ ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് നേരം വരണേ, പകുതി വെച്ച് പോർത്. വടകരയിൽ ഇതുള്ള കഥയാണ്. വടകര ചോറോട് ഒരു മായനാജി, വടകരക്കാരുണ്ടാവും, പഴയകാലത്തെ കഥയാണ്. എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത് TP ചെറുപ്പിയാണ്, നമ്മുടെ നിലവിലുള്ള സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്. മായൻ ആജി എന്നാണോ മായൻ കുട്ടി എന്നാണോ പേര് എനിക്ക് ഓർമ്മയില്ല, മായൻ കുട്ടി എന്നാണെന്ന് തോന്നുന്നു. അത് വളരെ രസികരമാണ്. ആ കാലത്ത് വടകരയിലെ പ്രാദേശിക മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു നേതാവ് കൂടിയായിരുന്നു. ഈ കടലിൽ പോയി മീൻ പിടിക്കലാണ് പണി. അപ്പം അദ്ദേഹം മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തോണിക്ക് അപ്പുറത്തുള്ള തോണി ഇങ്ങനെ ഇളകി ആടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ, കാറ്റിൽപ്പെട്ടതാണ് തോണി, യാ അല്ലാ പടച്ചവനെ കാക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി, ഒച്ചപ്പാടാക്കാൻ തുടങ്ങി. അപ്പം ഈ മായൻകുട്ടി രസികനാണ്, എന്നാൽ മർമ്മം സംസാരിക്കുന്ന ഒരു സാധാരണക്കാരനാണ്, പക്ഷേ മർമ്മം സംസാരിക്കുന്ന ഒരു പണ്ഡിതനാണ്, അങ്ങനെ പറയാമല്ലോ. ഇത് കേട്ടപ്പോൾ മായൻകുട്ടി പറഞ്ഞു, അല്ലടോ, നിങ്ങളെ തോണി ഇളക്കി ആട്ടുന്നത് ഇപ്പൊ അല്ലാഹു അല്ലേ? ഓന്റെ പണിയെടുക്കാൻ വിടൂ. കാറ്റയച്ച് നിങ്ങളുടെ തോണിയെ ഇളക്കിയത് അല്ലാഹുവാണ്. അത് ബ്രഹ്മാവോ ശിവനോ മഹാവിഷ്ണുവോ ഒന്നുമല്ല, അല്ലാഹുവാണ് അയച്ചത് കാറ്റ്, തോണി ഇളക്കിയത്. അല്ലാഹ് ഇളക്കട്ടെ. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അള്ളാന്റെ അരികെ ശുപാർശ ചെയ്യാൻ അർഹതയുള്ളതിന്റെ പേരിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞോളൂ, മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞോളൂ. എന്നാൽ ഒരു പക്ഷേ അള്ളാഹു തോണി അവിടെ നിർത്തി തന്നേക്കാം എന്ന് മായൻകുട്ടി രസത്തിന് പറഞ്ഞ കഥ ഈ അടുത്തൊരു ദിവസം വാട്സാപ്പിൽ വേറൊരു വിഷയം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ചെറുപ്പ സാഹിബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഇഷ്കാൽ ഞാൻ തീർത്തതാണ്. അപ്പൊ അള്ളാഹിനെ വിളിക്കേണ്ട, ബദരീങ്ങളെ വിളിക്കലും മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കലും അല്ല, അതിലേക്ക് നമുക്ക് സമയം വരാം. ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം, അപകടം ഉണ്ടാക്കുന്നത് വേറെ ആരോ ആണ്, എന്നിട്ട് രക്ഷിക്കേണ്ട ചുമതലയാണ് അള്ളാഹുവിന് എന്നുള്ള ധാരണ നിരീശ്വരവാദികളും യുക്തിവാദികളും മുസ്ലിം സഹോദര സഹോദരിമാരുടെ ബ്രെയിനിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രമേയം, ഇപ്പോഴത്തെ പ്രമേയം. അതാണ് ഞാൻ പറയുന്നത്, മായാവിയും ഡിങ്കനുമല്ല അള്ളാഹു. കുടുംബം പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ് ഡിങ്കൻ എന്ന എലി, അതല്ല ഇസ്ലാമിലെ ദൈവസങ്കല്പം. ഇനി എന്തിനാണ് പ്രയാസപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് പ്രയാസപ്പെടുത്തലല്ല. എങ്ങനെയോ ആയാലും മരിക്കണം, മരിക്കാൻ കാരണം വേണം. സങ്കടം സഹിച്ചാൽ അപ്പുറത്തതിന്റെ പ്രതിഫലം കിട്ടും, അതല്ലേ ഉള്ളൂ. വീട് തകർന്നില്ല എന്ന് കൂട്ട്, രോഗം വന്നില്ല എന്ന് കൂട്ട്, ഉരുൾപൊട്ടിയില്ല എന്ന് കൂട്ട്, ശാശ്വതീകത്വം ഉണ്ടാകുമോ? ഹൃദയം പൊട്ടി എവിടെയോ വെച്ച് മരിക്കും. ആ മരണത്തിന് നമ്മൾ പേരിട്ടു സ്വാഭാവിക മരണം. ഇതോ അസ്വാഭാവിക മരണം. അതെന്ത് വർത്തമാനമാണ്? സ്വാഭാവികമായി മരിച്ചാലും അസ്വാഭാവികമായി മരിച്ചാലും മരണകാരണം ശ്വാസം മുട്ട് മാത്രം. ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയാണെങ്കിലും, ഓട്ടോറിക്ഷ തട്ടി മരിക്കുകയാണെങ്കിലും, മിസൈൽ തലയിൽ വീണ് മരിക്കുകയാണെങ്കിലും, ആകാശം പൊളിഞ്ഞ് വീണ് മരിക്കുകയാണെങ്കിലും, മുങ്ങി മരിക്കുകയാണെങ്കിലും, സ്നേഹം കൊണ്ട് മരിക്കുകയാണെങ്കിലും, പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിലും മരണകാരണം വാസ്തവത്തിൽ ഒന്ന് മാത്രമാണ്, ശ്വാസം കിട്ടുന്നില്ല. സ്വാഭാവികവും അസ്വാഭാവികവും ഒന്നും ഇസ്ലാമിന്റെ വിശ്വാസത്തിലില്ല. ഖലാ അജൽ എത്തുമ്പോൾ മരിക്കുന്നു. അകാല മരണം ഇസ്ലാമിക വിശ്വാസത്തിലില്ല. അകാല മരണമാണ് ഇവർക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ദീൻ പൊളിഞ്ഞു. ആലങ്കാരികമായി പോലും അത് പറയാൻ പാടില്ല. അകാലത്തിൽ പൊളിഞ്ഞ താരകങ്ങൾക്ക് അന്ത്യാഞ്ജലി പത്രക്കാർ എഴുതിക്കോട്ടെ, അത് മുസ്ലിം പറയാൻ പാടില്ല. കാരണം അള്ളാഹ് കാലം തെറ്റിയെന്നാണ് പറയുന്നത്. 25 വയസ്സുകാരി, 30 വയസ്സുകാരൻ, 45 വയസ്സുകാരൻ, 40 വയസ്സുള്ളയാൾ ഗൾഫിൽ നിന്ന് അറ്റാക്കായി മരിച്ചു, അകാലത്തിൽ മരിച്ചു അത്രേ. അയാൾ മരിക്കാനുള്ള കാലം അക്യുറേറ്റ് അള്ളാഹു കണക്കാക്കിയത് അദ്ദേഹത്തിന് ഇത്ര വയസ്സ്, അവൾക്ക് ഇത്ര വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് മരിച്ചു. കാലത്തിലാണ് മരിച്ചത്, കറക്റ്റ് കാലത്തിലാണ് മരിച്ചത്. അകാലത്തിലൊന്നും ആരും മരിക്കുന്നില്ല. അകാലമില്ല, കാലമേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയാൽ അവിടെയാണ് ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക രഹിത വിശ്വാസത്തിൻ്റെയും ഒരു മാറ്റം. എന്താണെന്നറിയോ? ഇതൊക്കെ അള്ളാഹു ചെയ്യുന്ന ക്രൂരതകളല്ലേ എന്ന് ഒരു ദുർബലമായ മനസ്സുകൊണ്ട് തോന്നിപ്പോയാൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ, ഞാൻ ഈ കുറച്ച് കഥകളിലൂടെ പോകാം, അല്ലാതെ മുഷിയണ്ട. ഈ അടുത്തൊരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഒരു സംരംഭത്തിൻ്റെ പിരിവിന് വേണ്ടി ഒരു മുതലാളിയുടെ വീട്ടിലേക്ക് കുറച്ച് സംഘാടകരുടെ ഭാഗമായി ഞാനും പോയി. ആ വീടിൻ്റെ അരികിലെത്തിയപ്പോൾ ഒരു സംഘാടകരിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, എപ്പോഴും നമ്മളോട് സഹകരിക്കുന്ന ഒരാളാണ്, ഒരു സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, 12 വയസ്സുകാരനായ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. മരണകാരണം ക്യാൻസറാണ്. പറ്റുന്നത്രയും ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ വളരെ സ്ഥാപനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഡൊണേഷൻ കൊടുക്കുന്ന, സമുദായത്തിൻ്റെ എല്ലാ സംഗതികൾക്കും ഒപ്പം നിൽക്കുന്ന ആളുമാണ്.
ഇത്രയും നന്മ ചെയ്തിട്ടും അള്ളാഹു സന്താനത്തെ തിരികെ കൊടുക്കാത്തതിൻ്റെ പേരിൽ, രോഗം മാറ്റി കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ ആൾ സ്വല്പം സ്വതന്ത്ര ചിന്തയിലേക്ക്, ദൈവനിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ അദ്ദേഹം ചോദിച്ചേക്കും വേറെ ഭാഷയിൽ, ചോദിച്ചാലും ഇല്ലെങ്കിലും അതിന് മറുപടി എന്ന് തോന്നാത്ത രീതിയിൽ നിങ്ങളൊന്ന് സംസാരിക്കൽ നല്ലതാണ് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതായിട്ട് തന്നെ ചോദിച്ചു. സംസാരത്തിനിടയിൽ അദ്ദേഹം മറച്ചു വെച്ചില്ല. അത് ഈ പൈസ ഒക്കെ തന്നിട്ട് എന്താണെന്ന് അദ്ദേഹം പച്ചയിൽ ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അതിൻ്റെ മറുപടി ആലോചിച്ച് നോക്ക്. ഇസ്ലാമിൻ്റെ അകത്തേക്ക് വന്നില്ല, വിശ്വസിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ. മരിച്ചു. പ്രകൃതി അള്ളാനെ നിഷേധിച്ചു എന്ന് കുട്ടിക്കോ? പ്രകൃതി ശക്തി കൊണ്ടോ സ്വാഭാവികം കാര്യകാരണങ്ങൾ ഒരുമിച്ച് കൂടി ക്യാൻസർ പിടിച്ച് മരണപ്പെട്ടു. കുട്ടി ഇപ്പോൾ അദ്ദേഹം നിരീശ്വരവാദിയായാലും തിരികെ വരില്ല, മുസ്ലിം ആയാലും തിരിച്ചു കിട്ടില്ല, സ്വതന്ത്രചിന്തകനായാലും കിട്ടില്ല, ശാസ്ത്രമാത്രവാദിയായാലും കിട്ടില്ല. ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിച്ചാലും കൊച്ചി പോയാൽ തിരിച്ചു വരും, മരിച്ചു പോയാൽ തിരിച്ചു വരില്ല, കുട്ടീനെ കിട്ടൂല. അപ്പോൾ ഏത് സാധ്യതയിലും പൂജ്യമാർക്കാണ്. പിന്നെ അടുത്ത സാധ്യത എന്താ? ലോകത്ത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം ഈ മരണപ്പെട്ടു പോയ കുട്ടിയെ സംബന്ധിച്ച് ഇനി പറയുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാതെ മരണപ്പെട്ടു പോകുന്ന ആയിരങ്ങൾ ഗാസയിൽ. കൊല്ലപ്പെട്ടതിൽ 3-ൽ 2 സ്ത്രീകളും കുട്ടികളും. അതല്ലേ കണക്ക്? ലോകത്ത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം മരണപ്പെട്ടവരുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ അത് വിശുദ്ധ ഖുർആനല്ലാതെ മറ്റെന്താണ്? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂന ബിഅക്വാബിൻ വഅബാരീക വകഅസിൻ മിൻ മാഇൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂന വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. ആരാണ് യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ? സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ടാവുക വിൽദാനാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും, ബാലികാ ബാലന്മാർ. ഏതാണ് ഈ ബാലികാ ബാലന്മാർ? പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ കുട്ടികൾ സ്വർഗത്തിലെ വോളണ്ടിയേഴ്സ് ആണെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ കയ്യിലെന്തേ പിടിച്ചു നിൽക്കുക? ഒരു തളിക. ആ തളികയിൽ മുന്തിരിയും പഴവും. ഏത് പഴം? അതാണ് സൂറത്തുൽ വാഖിയ. അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് വത്വൽഹിൻ മംദൂദിൻ വദില്ലിൻ മംദൂദിൻ വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഫ്രൂട്ട്സ്. ത്വൽഹുൻ ഫീ ദില്ലിൻ സിദ്രിൻ മഖ്ലൂദ് ത്വൽഹ് മംദൂദ്. ത്വൽഹ് മംദൂദ് എന്ന് പറഞ്ഞാൽ പാകമായ നേന്ത്രപ്പഴം എന്നൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില സാധനങ്ങൾ സ്വർഗത്തിലും കിട്ടും. ഇവിടെ നമ്മുടെ മണ്ണിൽ കിട്ടുന്ന ചില സാധനങ്ങൾ സ്വർഗത്തിലും കിട്ടും. സ്വർഗത്തിലേക്ക് പോയ ഉടനെ നമുക്ക് കിട്ടുന്ന ജ്യൂസ് ഇഞ്ചി ജ്യൂസ് ആയിരിക്കും. മിസാജുഹാ സൻജബീല എന്ന് പറഞ്ഞതുപോലെ ഇഞ്ചി ജ്യൂസ് കുടിക്കാനാണോ ഇത്ര മെനക്കെടുന്ന ആലോചിക്കണം? അത് വേറെ ഇഞ്ചി ആയിരിക്കാം. ഈ ഇഞ്ചി തന്നെ ഇഞ്ചി ജ്യൂസ് കുഴപ്പം പിടിച്ച സാധനം അല്ലല്ലോ. അതിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മിസാജുഹാ സൻജബീല. സ്വർഗത്തിലെ ലൈമിൻ്റെ ഫ്ലേവർ ഗിഞ്ചർ ഫ്ലേവർ ആയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇഞ്ചി പോയല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന്. ചുക്ക് തോല് ചരണ്ടിയിട്ട് സഹാബികൾക്ക് തിന്നാൻ കൊടുത്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബഹ്, അടിപൊളി എന്ന് പറയുകയും ചെയ്യും. അതേപോലെ ഈ ഫ്രൂട്ട്സിൻ്റെ ഈ തളികയും പിടിച്ചിട്ടാണ് ഈ കുട്ടികൾ ഉണ്ടാവുക. സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടാവും. ഉപ്പാവാ ഉമ്മാവാ കൊണ്ടുപോകാൻ. ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടോ എന്നുള്ളതാണ്. മനുഷ്യന് മുന്നോട്ട് ജീവിക്കാൻ സാന്ത്വനം കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സാന്ത്വനം സാക്ഷാത്കരിക്കപ്പെടുന്നതും പെടാത്തതും രണ്ടാമത്തെ വിഷയമാണ്. ഒരു സാന്ത്വനത്തിൻ്റെ ഒരു സാധ്യത മുന്നോട്ട് വെക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ മലയാളം പഠിച്ചവരുണ്ടെങ്കിൽ, ഞാൻ വലിയ പഠനം മലയാളം നടത്തിയിട്ടില്ല, പക്ഷേ എനിക്ക് കവിത ഓർമ്മയാവുകയാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോ മാമ്പഴം എന്നുള്ള കവിത എഴുതിയ ആളാരായിരുന്നു? അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? ഞാൻ പറഞ്ഞിട്ടൊരു പ്രസംഗമല്ല ആദ്യം പറഞ്ഞേ. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ. ബാക്കി പഠിത്തരും നിങ്ങൾ. ഈ കവിത ഞാൻ ചിലപ്പോൾ ചിന്തിക്കലുണ്ട്, അറബിയിലായിരുന്നുവെങ്കിൽ ഇർഷാദുൽ യാഫിയിൽ വരുമായിരുന്നു. ഈ കവിത അറബിയിലൊരു അറബി ഇമാം എഴുതിയിട്ടുണ്ടെങ്കിൽ തസവൂഫിൻ്റെ കിതാബിൽ ഈ കവിത വരും. 4 മാസം മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ട ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. നമ്മുടെ ഈ മുതലാളിൻ്റെ അരികെ പൈസക്ക് പോയതാണ് ഇതിലെയും വിഷയം. അതാണ് ഞാൻ ഇത് പാടിയത്. അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോൽ അമ്മലറ് ചണ്ടൊന്നൊടി ചളതിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. അപ്പോൾ മാത്രം ചുരുക്കി പറയാം, ഒരു വീട്ടിലത്തെ കോലായിൽ വീട്ടിലത്തെ അമ്മ നിൽക്കുമ്പോൾ മുറ്റത്തിൻ്റെ തൊടുവിലുള്ള നമ്മുടെ നാട്ടിലുള്ള നല്ല മധുരമുള്ള, ഞങ്ങളുടെ നാട്ടിൽ ഒളോറ് മാങ്ങാന്നാണ് പറയാം, അല്ലേ? അത് താഴേക്ക് ഇടും, മുറ്റത്ത് വീണു. നല്ല സ്വർണ്ണ നിറമുള്ള ഒളോറ് മാങ്ങ ഓടിച്ചെന്നെടുക്കാൻ ആരും ഇല്ല, അനാഥമായി കിടക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുന്ന അമ്മ ഇങ്ങനെ ഓർക്കുന്നതാണ്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക.
അങ്കണം മുറ്റം തേയ്മാവിൽ നിന്ന് ഒന്നാമത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ. എന്താ അമ്മയുടെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ ഒഴുകാനുള്ള ഉണ്ടായ ആർദ്രത ഉണ്ടാക്കിയ ഓർമ്മയെന്താ? 4 മാസം മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ട ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. 4 മാസം മുമ്പ് ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷം ആദ്യമായി ആ മാവിൽ നിന്ന് ഉണ്ണിമാങ്ങയുണ്ടായ സമയം. ആ സമയത്ത് അമ്മ തൻ മണിക്കുട്ടൻ, ആ വീട്ടിന്റെ പ്രകാശമായിരുന്ന കുഞ്ഞുമോൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലെ അമ്മലർ ചെണ്ടൊന്നൊടിച്ച് ആഹ്ലാദിച്ചടുത്തെത്തി. ഒരു ഉണ്ണിമാങ്ങാന്റെ കൊളുന്തും പറിച്ച് അമ്മാന്റെ അരികിലേക്ക് ഓടി വന്നു. അമ്മേ ദാ. കവളത്തൊരു മുത്തം കിട്ടുന്നതാണ് മണിക്കുട്ടൻ വിചാരിച്ചത്. പക്ഷേ അതല്ല ഉണ്ടായത്. ചൊടിച്ചു മാതാവ്. അപ്പോൾ മാതാവ് കണ്ണുരുട്ടി കാണിച്ചു. ഉണ്ണികൾ വിരിഞ്ഞപ്പൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. ഈ ഉണ്ണിമാങ്ങാന്റെ കൊളുത്ത് പറിച്ച് വന്നല്ലോ കുസൃതി കുരുന്നേ നീ. ഞങ്ങളുടെ നാട്ടിൽ ഒതിയാർക്കം കെട്ടോ എന്നൊക്കെയാ പറയാം. തലശ്ശേരി, പാനൂർ, നാദാപുരം വൈക്കന്നെ അതിനെ പരിചയപ്പെട്ട ആൾക്കാർ അവിടെ ആ ഭാഷയാണ്. ഒരെന്നെ വിടുന്നത് പറയില്ലെന്നേ അറിയില്ല. നാദാപുരക്കാർ എങ്ങനെ ഇസ്തിരിട്ട് പറഞ്ഞാലും ബയ്യെ പോലെ തന്നെ അങ്ങ് പറയും. എൻ്റെ ഉമ്മാൻ്റെ പരാഭാഗത്താണ്. അത് നല്ല ഭാഷയാണ്. നാദാപുരം ഭാഷ വളരെ നല്ല ഭാഷയാണ്. ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. ചൊടിച്ചു മാതാവ്. അപ്പോൾ ബാക്കി എന്തായിരുന്നു? പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി. അല്ല, നിങ്ങളെന്താണ് ഒരാൾ പോലും തള്ളിത്തരുന്നില്ലല്ലോ. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ ഇത് പഴുത്ത് താഴെ വീഴൂലേ. അപ്പൊ ഓടിച്ചെന്നെടുക്കേണ്ട ഈ മണിക്കുട്ടൻ തന്നെ ഉണ്ണിമാങ്ങയുടെ കൊളുന്ത് പറിച്ച് വരുന്നത് ചന്തിക്ക് നല്ല വീക്ക് കിട്ടാഞ്ഞിട്ടല്ലേ. മാങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. അമ്മ വടിയെടുത്ത് അടിക്കാനോ? നമ്മുടെ വിഷയം മറക്കല്ലേ. നമ്മുടെ വിഷയം യത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദു. ഞാനൊരു പായാരം പറയുകയല്ല. പൈതലിൻ ഭാവം മാറി വദനാംബുജം മാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. ചെറിയ കുസൃതി കുരുന്നാണ്. മുഖമൊക്കെ വാടി കണ്ണിങ്ങനെ നിറഞ്ഞ് തുളുമ്പി. ഇപ്പോൾ മഴ പെയ്യുമെന്ന പോലെ വികാര തരളിതനായി ആ കുരുന്ന്. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മലർകുല എറിഞ്ഞു വെറും മണ്ണിൽ. എന്നാണ് ഞാൻ പറഞ്ഞത്. അറബിയിലാണെങ്കിൽ കിതാബിൽ വരുമായിരുന്നു. നമ്മൾ പറയില്ല നിങ്ങളുടെ ബീജം പിടിച്ച മാങ്ങ ഒന്നെടുത്ത് കൊണ്ടുപോകുന്നു പറയൂലേ. അതേപോലെ ആ മാങ്കുല ഒന്നിച്ച് വെറും മണ്ണിൽ എറിഞ്ഞിട്ട് കുരുന്ന് പറഞ്ഞു, നിങ്ങളെ മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല. അമ്മ എന്താ പറഞ്ഞത്? മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കൊണ്ടവൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. അതാണ് ഈ മോന് പിടിക്കാത്തത്. നിങ്ങളെ മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്നവൻ ഈ മാമ്പഴം വെറും മണ്ണിലെറിഞ്ഞ് വീട്ടിൻ്റെ അകത്തേക്ക് ഓടിപ്പോയി. കവി ചോദിക്കുകയാണ്, വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഒരു വാക്കിന് വേറെ വാക്ക് വെച്ച് ഒരു മുഴുവാക്ക് പറയാൻ പറ്റാത്ത കുരുന്നുകളെ. ഭാവിയിൽ സംഭവിക്കുന്ന കാര്യം ദീർഘദർശനം ചെയ്യാൻ പറ്റുന്ന ദൈവജ്ഞരാണോ നിങ്ങൾ? കാരണം എന്താണെന്നറിയോ? മീനമാസത്തിന്റെ ചൂടേറ്റുകൊണ്ടാണ് മാങ്ങകൾ പഴുക്കേണ്ടത്. കുംഭത്തിലെയും മീനത്തിലെയും ചൂട്. വെള്ളം 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 ആകട്ടെ. അപ്പം ഞാൻ അവിടെ പറയല്ല. ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടി മരിച്ചുപോയ അവിടെ കവിത നിന്നും പോയി. പക്ഷേ ഇത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖ കവിയുടെ ഒരു കവിതയാണ്. ഇതിനപ്പുറം ഈ മാതാവിനെ സമാധാനിപ്പിക്കാൻ കവിതയിലോ ഭാവനയിലോ സങ്കല്പത്തിലോ സാഹിത്യത്തിലോ പ്രത്യയശാസ്ത്ര പിൻബലമുള്ള ഏതെങ്കിലും ദർശനത്തിലോ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ അമ്മാനോട് ഈ മണിക്കുട്ടന്റെ കാര്യത്തിലെ ഒരു മറുവാക്ക് പറയാൻ എന്തേ ഉള്ളത് എന്നുള്ളതാണ്. കവിത അവിടെ തീർന്നു. തുങ്കമാ മീനച്ചുടാൽ തൈമാവിൻ മരതക കിങ്ങിണി സുഗന്ധിക മരതകമായി തീരും മുമ്പേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ വീടും വിട്ട് പരലോകത്തെ പോകി കഴിഞ്ഞു. പക്ഷേ ഈ അമ്മ ചോദിക്കുകയാണ്, എൻ്റെ മകൻ എന്താകും? ആ അമ്മാനോടൊന്നും പറയാനില്ല ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങൾക്ക്. ആ അമ്മയോട് പറയാനുള്ളത് ഖുർആന് മാത്രമാണ്. ഖുർആന് മാത്രമേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. നിങ്ങളുടെ മണിക്കുട്ടൻ വിശ്വാസം എന്ന പിൻബലം ആ മാതാവിനുണ്ടെങ്കിൽ മണിക്കുട്ടൻ അതും ബാധകമല്ല. പ്രായപൂർത്തിയായിട്ടില്ല. നിങ്ങളെയും കാത്ത് വിശുദ്ധ സുവർഗത്തിന്റെ പടിവാതിൽക്കൽ ഉണ്ടാകും അതേ മാമ്പഴം പിടിച്ച് എന്ന് പറയാൻ വൈലോപ്പള്ളിയുടെ ഭാവനയിൽ ബിംബങ്ങളില്ല. വിശുദ്ധ ഖുർആനിലെ പ്രമേയങ്ങളുള്ളൂ.
അതാണ് ഞാൻ പറയും, ഒരു ദുരന്തത്തിന്റെ മറുപുറം പറയാൻ ഇസ്ലാമിന് പറ്റുന്നു.